തണൽ അഗ്രോഫാം നഴ്സറി ചെറുവാഞ്ചേരി. കൃഷി നഷ്ടമാണെന്ന് പറഞ്ഞ് പലരും കാർഷിക മേഖലയിൽ നിന്ന് പിന്മാറുമ്പോൾ കൃഷി ജീവിതമാക്കിയ ഒരു കർഷകനുണ്ട് പാട്യം പുതിയ തെരുവിൽ. പ്രതിസന്ധികൾക്ക് മുന്നിൽ തളരാതെ നിശ്ചിതാർഢ്യവും കഠിനാധ്വാനവും കൈമുതലാക്കിയ എം ശങ്കുണ്ണി എന്ന കർഷകന് കൃഷി ജീവവായുവാണ്. ശങ്കുണ്ണി ചെയ്ത പച്ചക്കറി കൃഷി വിളവെടുത്തു. ശങ്കുണ്ണിയുടെ കൃഷിയിടം ഒന്ന് കണ്ടുവരാം. മുതിയങ്ങ കുറ്റിവയലിലെ സ്വന്തമായുള്ളതും പാട്ടത്തിനെടുത്തതുമായ 5 ഏക്കറോളം വരുന്ന ശങ്കുണ്ണിയുടെ കൃഷിയിടം വാഴ, മരച്ചീനി, തണ്ണിമത്തൻ, പച്ചക്കറി, മഞ്ഞൾ, ഇഞ്ചി, പപ്പായ, കിഴങ്ങ് വർഗ്ഗങ്ങൾ തുടങ്ങി വ്യത്യസ്ത തരം കൃഷികൾ കൊണ്ട് സമ്പുഷ്ടമാണ്. ഏകദേശം ഞാനൊരു മൊത്തത്തിൽ എല്ലാം കൂടി ഒരു 5 ഏക്കറിൽ യാസി വരും. അതിൽ വാഴ, കപ്പ, മധുരക്കിഴങ്ങ്, കൂർക്ക, നനകിഴങ്ങ് എന്നുവേണ്ട എല്ലാം ചെയ്യാതെ കൃഷിയൊന്നുമില്ല. എല്ലാം പരീക്ഷണം എല്ലാം ചെയ്ത് നോക്കൂ. ഇപ്പോഴും പരീക്ഷണത്തിൽ കുറേ കൃഷി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഒരു കൃഷി നിൽക്കില്ല. ഒരു കൃഷി നശിക്കുമ്പോൾ അടുത്ത കൃഷി. അപ്പം വെണ്ടക്ക ഇപ്പോൾ ഇത് കഴിച്ച് കഴിയുമ്പോൾ അടുത്തത് പറിക്കേണ്ട രീതിയിലാക്കും. അതുപോലെ എല്ലാം ഒരു ടൈമിലും കൃഷി നിൽക്കില്ല നമ്മളത്. വർഷം മുഴുവൻ കൃഷി എന്നതാണ് ശങ്കുണ്ണിയുടെ പോളിസി. കർഷക കുടുംബാംഗമായ ഇദ്ദേഹം ചെറുപ്പം മുതലേ കൃഷിയിൽ തൽപരനായിരുന്നു. 15 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം 18 വർഷത്തിലധികമായി കാർഷിക രംഗത്ത് സജീവ സാന്നിധ്യമാണ് ഇദ്ദേഹം. പുലർച്ചെ 5 മണിക്ക് കൃഷിയിടത്തിലെത്തുന്ന ശങ്കുണ്ണി നേരം ഇരുട്ടുന്നതുവരെ ഇവിടെ തുടരും. ഞാൻ ഈ കൃഷിയിൽ ഇപ്പം സജീവമായിട്ടിപ്പം 18 വർഷത്തിന് മുകളിലായി. കുറച്ചു കാലം ഗൾഫിലുണ്ടായിരുന്നു. ഒരു 10-15 കൊല്ലം ഗൾഫിലുണ്ടായിരുന്നു. ഗൾഫിൽ നിന്ന് വരുന്ന നേരത്ത് ഞാൻ ലീവിന് വരുന്ന നേരത്ത് ഇവിടെ കൃഷി ചെയ്യലുണ്ട്. ഒരു 6 മാസം കൃഷി ചെയ്തിട്ടാണ് ഞാൻ പോവുക. അപ്പോൾ അവിടെ നിന്ന് വന്നേരം ഞാൻ ആടെയുള്ള വിത്തുകളെല്ലാം കൊണ്ടുവരും. അതൊരു പുതിയ മോഡൽ വിത്തുകളാണ് ഇവിടെ കൃഷി. അന്ന് ഈ സാധനം കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും അറിഞ്ഞൂടാ ഇതെന്തെന്നാണെന്ന്. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. കൃഷിയാണ് എൻ്റെ ജീവിതം. നമ്മളൊരു കർഷക കുടുംബത്തിലാണ്. അച്ഛൻ്റെ അടുത്താണ് നമ്മൾ ഈ കൃഷിയെല്ലാം പഠിച്ചത്. കാട്ടുപന്നി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം, കാലവർഷക്കെടുതി, ഇത്തരം പ്രതിസന്ധികളെല്ലാം മറികടന്നാണ് ശങ്കുണ്ണി പാടത്ത് 100 മേനി വിളയിക്കുന്നത്. നിശ്ചയദാർഢ്യത്തോടെ കഠിനാധ്വാനം ചെയ്യുന്നതിനൊപ്പം വിള ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ കൃഷി നഷ്ടമാവില്ലെന്നതാണ് ഈ കർഷകന്റെ അനുഭവ പാഠം. നഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടം അങ്ങനെ വലിയ നഷ്ടമൊന്നും വരില്ല. പക്ഷെ ഞാൻ 24 മണിക്കൂർ ഇതുകൊണ്ട് ഞാൻ കഴിയുന്നതും ജീവിക്കുന്നതും എനിക്ക് നഷ്ടമായി തോന്നിയിട്ടില്ല. പിന്നെ പ്രകൃതി നമ്മളെ ചതിക്കൂ. അതിനിപ്പോൾ യാതൊരു രക്ഷയില്ല. അതിന് ഞാൻ ഒരുവിധമെല്ലാം ഞാൻ ഇൻഷുർ ചെയ്യും. അല്ല, എനിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോകുന്നു. വലിയ ബാങ്ക് ബാലൻസ് ഒന്നും കിട്ടൂല, എന്നാലും മെച്ചമുണ്ട്. ജീവിതം വലിയ പ്രശ്നം. ഭാര്യ സനിതയും വിദ്യാർത്ഥിയായ മകൻ ദേവക്കും ശങ്കുണ്ണിക്ക് സഹായമേകുന്നുണ്ട്. കൃഷിവകുപ്പിന്റെ സഹായവും ഈ കർഷകന് ലഭിക്കുന്നുണ്ട്. കൃഷിവകുപ്പിന്റെ സഹായത്തോടെ പാട്യം ഓട്ടച്ചിമാക്കുലിൽ ആരംഭിച്ച പ്രാദേശിക വിപണന കേന്ദ്രം വഴിയാണ് ശങ്കുണ്ണി താൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നത്. നല്ല രീതിയിൽ പണിയെടുത്ത് കഴിഞ്ഞാൽ നഷ്ടമാവില്ല. പിന്നെ മുമ്പ് ഞാൻ നല്ലോണം അനുഭവിച്ചു. നേരത്തെ കഴിഞ്ഞാൽ എനിക്കൊന്ന് കടിയൊന്നുമില്ലേനു. സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് വേണോ എന്ന് ചോദിച്ചിട്ട് പല സ്ഥലത്തും കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുത്തു പോന്നിട്ടുണ്ട്. അന്നും പക്ഷേ കൃഷി ഓഫീസറാണ് എന്നെ അന്ന് സഹായിക്കുന്നത്. അവരെ ഇതിലാണ് സാധനങ്ങൾ പല ദിക്കിലും വിളിച്ച് പറഞ്ഞിട്ട് കൊണ്ടുവന്നത്. ശങ്കുണ്ണി മുതിയങ്ങ കുറ്റിവയലിലെ 1.5 ഏക്കറോളം സ്ഥലത്ത് ചെയ്ത പച്ചക്കറി കൃഷി വിളവെടുത്തു. വിളവെടുപ്പ് പാട്യം പഞ്ചായത്ത് പ്രസിഡന്റ് KP പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നല്ല നിലയിൽ വിളവ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അധ്വാനം, സമയവും ഊർജവും എല്ലാം ചെലവഴിച്ചുകൊണ്ട് മികച്ച വിളവെടുപ്പ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ശങ്കുണ്ണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പാട്യം പഞ്ചായത്തിലെ മാതൃകാ കർഷകനായിട്ടുള്ള ശങ്കുണ്ണി വർഷങ്ങളായിട്ട് ഈ വയലിൽ ഇതുപോലുള്ള വിവിധങ്ങളായിട്ടുള്ള കൃഷികൾ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാത്ത ഇനങ്ങളടക്കം കൃഷി ചെയ്തുകൊണ്ട് നല്ല പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അനുരാഗ് പാലേരി അധ്യക്ഷനായി. KP പ്രമോദൻ, KV പ്രേമൻ, V വിനീഷ്, KR മിഥുന രാജ്, M പ്രകാശൻ, PM ശ്രീഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. മത്തൻ, ഇളവൻ, വെണ്ട, പയർ, വെള്ളരി, പടവലം, ചീര, വഴുതന, വിദേശ ഇനങ്ങളായ കൂസ, ജർജീർ, മുലക്കൊയ്യ തുടങ്ങിയ പച്ചക്കറികളാണ് കൃഷി ചെയ്തത്. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.